ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം ഇന്നലെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ഫിനാലിയുടെ ടാസ്ക് ആയിരുന്നു. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് സെക്കൻഡ് ടാസ്ക് എന്ന് വരെ പറയാം. ബിക്കോസ് ഓൾറെഡി ഫസ്റ്റ് ടാസ്കിൽ നെവിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം കച്ചിത്തൂർമെന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. മാക്സിമം ടൈം കൈപൊക്കി ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് നൂറയാണ്. നൂറ നന്നായിട്ട് ചെയ്തു, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറയ്ക്ക് ഐ തിങ്ക് 7 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് നല്ല നല്ല രീതിയിൽ നൂറ് നിന്നു. അതുപോലെ തന്നെ അനുമോൾ നല്ല രീതിയിൽ നിന്നു കേട്ടോ. 6 പോയിന്റ് ആണെന്ന് തോന്നുന്നു. ആൻഡ് അതിലിടയ്ക്ക് തല കറങ്ങി വീണു, കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഷാനവാസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ മാറിയത്. ബിക്കോസ് ഹെൽത്ത് ഇഷ്യൂ കാണും. അതിപ്പം ഒരുപാട് പേരിപ്പം അതിനെ എതിർത്തൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇപ്പം ടിക്കറ്റ് ഫിനാലെ വന്നില്ലെങ്കിൽ കൂടിയും ഷാനവാസിൻ്റെ ഫാൻസ് എന്തായാലും ഷാനവാസിനെ ടോപ്പ് 5 കയറ്റും. അത് വേറൊരു കാര്യം. ഇത് മെയിൻലി ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യൻ ആൻഡ് സാബു മാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ടാസ്ക്. ഞാനും ഇരുന്ന് കണ്ടതാണ് എന്താണെന്നുള്ളത്. ശരിക്കും ബിഗ് ബോസ് ഒരു കള്ളത്തരം അവിടെ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ആര്യനെ എങ്ങനെയെങ്കിലും ടോപ്പ് 5 എത്തിക്കാനുള്ള ബിഗ് ബോസിൻ്റെ പ്ലാനാണ്. അക്ബറിനെ എന്തായാലും എത്തിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അക്ബർ മൂന്നാമതേ അത് വിട്ടു. 3 പോയിന്റാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത്. 3-4 പോയിന്റ് നോട്ട് ഇത്. ആദ്യമേ ഷാനവാസ്, സെക്കൻഡ് നെവിൻ, തേർഡ് അനീഷ് ആൻഡ് ഫോർത്ത് അക്ബർ. ഫോർത്താണ് അക്ബർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അക്ബറിനെ കയറ്റാൻ പറ്റത്തില്ല, എന്നാൽ ആരിനെ എങ്ങനെയും കയറ്റാം എന്നുള്ള രീതിയിലാണ് ഇവർ ബിഗ് ബോസുകാർ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ എന്താ പറയാമെന്ന് കാരണം, ആദ്യമേ മഴ പെയ്തപ്പോൾ ഷാനവാസിനോടാണ് പറഞ്ഞത് എല്ലാവരുടെയും മൈക്ക്, അതായത് കൈ ഒരെണ്ണം വിട്ടിട്ട് മൈക്ക് ഊരാൻ പറഞ്ഞു. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. അപ്പം നൂറ, ആര്യൻ, സബുമാൻ ഉണ്ടായിരുന്നു. ഫൈൻ. പിന്നെയും മഴ പെയ്തു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം തോർന്നു കഴിഞ്ഞിട്ട് വീണ്ടും മൈക്ക് ഇടിയിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ മൈക്ക് ഇടിപ്പിച്ചു. പിന്നെയും മഴ പെയ്തപ്പോൾ വീണ്ടും മൈക്ക് ഊരാൻ വന്നപ്പോൾ അത് അനുമോളാണ് ചെയ്യാൻ വന്നത്. അനുമോൾ നൂറയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ആര്യൻ കൈവിട്ടു. പക്ഷേ ബിഗ് ബോസ് അതിനൊരു എതിർത്ത് സംസാരിച്ചില്ല. ബിക്കോസ് ഒരാൾ വന്നതിന് ശേഷം, അതായത് അനുമോൾ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ശരിക്കും ആ മൈക്ക് ഊരേണ്ടത്. പക്ഷെ അത് ചെയ്തില്ല. അനുമോൾ അപ്പുറത്ത് നിന്നപ്പോഴേ അവൻ ഈ കൈ അങ്ങ് വിട്ടു. അത് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. ബിഗ് ബോസ് ആരും ചിലപ്പോൾ ഔട്ടായാലൊന്നും വിചാരിച്ചിട്ടാവും, അല്ലെങ്കിൽ സബുമാൻ കയറി വന്നാലൊന്നും വിചാരിച്ചിട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കളി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പറയുന്നുണ്ട്. ഈ രാവിലെ ഷാനവാസും അക്ബറും ഒക്കെ പറയുന്നുണ്ട്, സാബുമാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഇങ്ങനെ ആദ്യമേ തന്നെ അവൻ കൈവിട്ടായിരുന്നു, ഒരു കള്ളക്കളിയാണ്, ബിഗ് ബോസ് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിനൊരു കള്ളത്തരം ഇല്ലി ഉണ്ട്. കാണുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല. ആരും കൈ ആദ്യം വിട്ടായിരുന്നു. പിന്നീട് എവിടെയാണ് കൈ വിട്ടെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചപ്പോഴത്തേക്കും സാബുമാൻ ഇങ്ങനെ കൈയെടുത്തു. അതിന് അപ്പം തന്നെ ആര്യനും ഇങ്ങനെ കൈയെടുത്തു. അപ്പോൾ ആദ്യം കൈ എടുത്തത് ആര്യനാണ്. അപ്പം ബിഗ് ബോസ് മിണ്ടിയിട്ടില്ല. അപ്പം ലാസ്റ്റ് ആര്യൻ 9 പോയിന്റ്, സബുമാൻ 8 പോയിൻ്റായി. അപ്പം അവരുദ്ദേശിക്കുന്ന ആളിനെ ടോപ്പ് 5 കയറ്റാൻ വേണ്ടിയിട്ട് അവർ സാബുമാനെ മനഃപൂർവ്വം ആ ടാസ്കിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. കള്ളത്തരം കാണിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. ബിക്കോസ് കണ്ടവർക്കറിയാം. ഇനിയിപ്പോൾ കാണാത്തവർ ഒന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ഒരു പോർഷൻ എവിടെയാണെന്നുള്ളത്. ഈവൻ എപ്പിസോഡിൽ അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനിയുള്ള ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആര്യനാണ് ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നത്. നമുക്ക് ഏതായാലും നോക്കാം ഇനി എങ്ങനെയാണ് ടാസ്കിൻ്റെ ഗതി വരുന്നത് എന്നുള്ളത്. ബിക്കോസ് ആര്യനെയാണ് ടോപ്പ് 5 എടുക്കാൻ ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ബിഗ് ബോസ് മാക്സിമം ആര്യനെ തന്നെ എടുക്കാൻ ശ്രമിക്കും. എനിവേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളത് കണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.